ഹലോ ഗൈസ്, എനിക്കാണെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യുക, വ്ളോഗ് ചെയ്യുക സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ട്രൈപോഡൊന്നുമില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ താഴെ വീണ് ഇങ്ങനെ ഡെഡായി പോകും. പിന്നെ മമ്മീൻ്റെ ഡാഡിയും കാശ് തരാത്ത കാരണം നമുക്ക് ഫോൺ വാങ്ങാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വലിയൊരു സെല്ലോ ടേപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോൺ ഇറക്കി വയ്ക്കാൻ പറ്റും. അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് വീഡിയോസ് എടുക്കാറ്. പിന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ എനിക്ക് അമ്മയെ സഹായിക്കാനുള്ള മനസ്സ് ഭയങ്കര വിശാലമായി തോന്നാറുണ്ട്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ജൂലൈ 22-ാം തീയതി. പിന്നെ ഈ വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം എൻ്റെ ബർത്ത്ഡേ വരുന്നത് ജൂലൈ 24-നാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ചപ്പാത്തി ഉണ്ടാവും. ഞാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ എക്സ്പേർട്ട് ആയിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തിയിൽ എന്നെ കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന്. അങ്ങനെ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ളൊരു പരിപാടിയിലേക്ക് കടന്നു. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന ടൈമിലായിരുന്നു ഈ കൊത്തു ചപ്പാത്തിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും റൂമൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ട്രൈ ചെയ്ത് നോക്കി. സംഭവം സക്സസ് ആയി. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇത് 3ാമത്തെ വട്ടമാണ് ചെയ്യുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ എന്ത് സാധനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും കറിവേപ്പില അങ്ങനെ ഇടാറില്ല. കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ കറിവേപ്പിലൊന്നും ഇടാറില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ കറിവേപ്പിലയാണ്. കാരണം 2-3 കറിവേപ്പില മരങ്ങളൊക്കെ ഉണ്ട്. അമ്മ എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ കറിവേപ്പില കാണും. പക്ഷേ എനിക്കതങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അങ്ങനെ ഞാൻ ചായയൊക്കെ എടുത്ത് എൻ്റെ റൂമിൽ വന്നിരുന്നു. എൻ്റെ റൂമാണ് എൻ്റെ സ്വർഗ്ഗം. ഞാനാണെന്നുണ്ടെങ്കിൽ ചായയൊക്കെ കുടിക്കുമ്പോൾ എന്തെങ്കിലും കാർട്ടൂണൊക്കെ കാണും. എനിക്ക് ഈ ഹണി ബണ്ണി ഭയങ്കര ഇഷ്ടമാണ്. അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് സോർദാറിനെ. എനിക്കാണെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ക്രാഫ്റ്റ് ചാനലും കൂടെ തുടങ്ങി. പക്ഷേ അതിൽ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കുറവാണ്. 2 മാസമായിട്ടുള്ളത് തുടങ്ങിയിട്ട്. പക്ഷേ ഒരു 89 സബ്സ്ക്രൈബേഴ്സ് അങ്ങാണ്ടാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. പക്ഷേ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഈ ചാനലാണെന്നുണ്ടെങ്കിലും ആ ചാനലാണെന്നുണ്ടെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അവരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ. ഞാനാണെങ്കിൽ വീട്ടിലിങ്ങനെ ഇരുന്നിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ച് ആകെ എൻ്റെ മൈൻഡൊക്കെ ഔട്ടായി പോകുമായിരുന്നു. എങ്ങോട്ടൊക്കെയോ പോയിട്ട് ഞാൻ എപ്പോഴൊക്കെയാണ് തിരിച്ച് വരുന്നത് എൻ്റെ മൈൻഡൊക്കെ. അങ്ങനെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന്. ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇങ്ങനെ കാണിക്കാമെന്ന്. പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ. കുളിക്കണോ വേണ്ടേ എന്നുള്ള ഡൗട്ട്. അങ്ങനെ പോയി കുളിച്ച്. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി ഉണങ്ങില്ല. ചത്താൽ എൻ്റെ മുടി ഉണങ്ങില്ല എന്ന് പറഞ്ഞിങ്ങനെ കിടക്കുക. പിന്നെ കുളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും ഉണങ്ങുന്നത്. അമ്മ അതിരി മുടിയാണ് എൻ്റെ. പിന്നെയാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ ആയതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച് തന്ന സംഭവമാണ് ചുണ്ടൊക്കെ പൊട്ടി ഇങ്ങനെ വരണ്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലിപ് ബാം ഇട്ടു. പിന്നെ അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വയറ്റിലെ കൊക്കുപ്പുഴൊക്കെ ഇങ്ങനെ ബഹളം വയ്ക്കാൻ തുടങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പായിരിക്കും. ഞാനില്ലാതാവുന്ന ടൈമാണത്. അങ്ങനെ ചോറൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നൊരു ചാനലൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബർത്ത്ഡേ കാർഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഒരു കാർഡായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ക്രാഫ്റ്റ് ചെയ്യാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സംഭവം ഉണ്ടാവും. പക്ഷേ ഞാൻ ചെയ്ത് വരുമ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ല. ചില സമയത്ത് നന്നായിട്ട് വരും, ചില സമയത്ത് അത് വലിയ ഇതില്ലാണ്ട് വരും. അതായത് മോശമായി വരും. പിന്നെ ഞാൻ അന്നത്തെ ദിവസം ഒന്നും ഷൂട്ട് ചെയ്തില്ല. പിറ്റേ ദിവസമാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ ആണെന്നുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 2 കപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ക്ലേ വെച്ചിട്ട്. പിന്നെ ഷോപ്പിങ്ങിന് കുറച്ച് പുറത്തൊക്കെ പോയായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. ഈ 2 സാധനങ്ങൾ വാങ്ങി. പിന്നെ മീൻ വാങ്ങി, കുറച്ച് പാവയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ തുമ്പി എന്ന് പറഞ്ഞൊരു മീനെ കണ്ട് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു പഴംപൊരിക്ക് ഉണ്ടാക്കി കഴിച്ചു. ഇതായിരുന്നു വാങ്ങിയ മീൻ. ഇതിന് ഫിലോപ്പിന്നാന്ന് തോന്നുന്നു പറയുക. പിന്നെ ഞാൻ 2 കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പീസ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അച്ഛനമ്മ അങ്ങനെ കഴിക്കില്ല കേക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അതായത് ജൂലൈ 24-ാം തീയതി. ഇതാണ് എൻ്റെ പുത്തൻ ഉടുപ്പ് ബർത്ത്ഡേക്ക് വാങ്ങി തന്നതാണ്. പിന്നെ ഞാനൊരു ഷോർട്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് 22 എന്നുള്ളതിൻ്റെ ആ 2 മാറ്റിയിട്ട് 3 ഇങ്ങനെ കുത്തിക്കൊടുക്കും. അപ്പോൾ 23 അങ്ങനത്തെ ഇതൊക്കെ കണ്ടപ്പോൾ ഇൻസ്പയർ ആയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഈ 22-ഉം 23-യും ക്ലേ വെച്ചിട്ട്. അതും രാത്രി 11:45. പിന്നെ കുറച്ച് കാര്യത്തിന് വേണ്ടി പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അച്ഛൻ പുതിയ കുട വാങ്ങി. അതാണ് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്. മഴ ഇല്ലാഞ്ഞിട്ടും കുട നിവർത്തിയിട്ട് എൻ്റെ അച്ഛൻ പോകണം. അച്ഛനാണെന്നുണ്ടെങ്കിൽ നാരങ്ങ മിഠായി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നാരങ്ങ മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 10 രൂപയ്ക്ക് കുറുകുറെ നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ 5 രൂപയ്ക്ക് 2 കുറുകുറെ വാങ്ങിയിട്ട് നടന്നു വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോഴത്തേക്ക് നല്ല മഴയായിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കും ഈ സാധനമൊക്കെ കഴിച്ചു. ഇതിൻ്റെ ഷേപ്പൊക്കെ കൊള്ളാം. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ്. കൊള്ളാം.